കേരളത്തിന്റെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും അഭിനന്ദിച്ച് കർണാടക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ബൈരഗൌഡ. കെ.സി. വേണുഗോപാൽ അടക്കം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു കേരളത്തെ പ്രശംസിച്ചത്. കേരളത്തിൽ നിന്നുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികളാണ് കർണാടകയിൽ എത്തുന്നതിൽ അധികമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഷാജഹാൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഷാജഹാൻ, കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അധിക്ഷേപം ചൊരിയുന്ന രണ്ട് മേഖലകളാണ് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും. ആ മേഖലയുടെ നേട്ടങ്ങളെ കർണാടകയിലെ ഒരു മന്ത്രി അക്കമിട്ട് നിരത്തുകയാണ്, അതും കോൺഗ്രസ് നേതാക്കളുടെ കെ.സി. വേണുഗോപാലിന്റെ തന്നെ സാന്നിധ്യത്തിൽ. കായംകുളത്ത് കെ.സി. വേണുഗോപാൽ സംഘടിപ്പിച്ച ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കർണാടകയിൽ നിന്നുള്ള റവന്യൂ മന്ത്രി എത്തിയത്. അദ്ദേഹം നേരത്തെയും അവിടെ മന്ത്രിയായിരുന്നു. കൃഷ്ണ ബൈരഗൌഡ എന്ന മന്ത്രിയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസ മേഖലയും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയും അടക്കം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് മാതൃകയാണ്. മറ്റ് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പോലും ഇതിനേറെ പിന്നിലാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, കർണാടകയിൽ എത്തുന്ന വിദ്യാർത്ഥികൾ, തങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, കർണാടകയിൽ കേരളത്തിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളിൽ അധികവും മിടുക്കന്മാരാണ്. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ വളർച്ചയും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലുണ്ടായ വളർച്ചയും അക്കമിട്ട് നിരത്തിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കെ.സി. വേണുഗോപാലും അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് കേരളത്തിന്റെ ഈ മേഖലകളെ പ്രശംസിച്ചുകൊണ്ട് കർണാടകയിൽ നിന്നുള്ള ഒരു മന്ത്രി സംസാരിച്ചത്. അത് അദ്ദേഹത്തിന് തികച്ചും അദ്ദേഹത്തിന്റെ അറിവുകൾ തന്നെയാണ്. അദ്ദേഹത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ച് അറിയാം, ആ സംസ്ഥാനങ്ങളിലെ ഓരോ മേഖലയെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാം. പക്ഷെ അതെല്ലാം തന്നെ കേരളത്തിൻ്റെതായിട്ടുള്ള നിലയിലേക്ക് എത്തില്ല എന്നുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് അക്കമിട്ട് നിരത്തി വ്യക്തമാക്കിയത്. ഷാജഹാൻ, നമ്മൾ ഈ ആരോഗ്യ മേഖലയിലൊക്കെ കേരളം ഒന്നാമതാണ് എന്ന് പറയുന്നത് അത് വെറുതെ അങ്ങ് പറയുന്നതല്ല. കൃത്യമായ കണക്കുകളുടെയും ഡേറ്റയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. പല റിപ്പോർട്ടുകളും ആ നിലയിൽ തന്നെ. ഇപ്പോൾ ശിശുമരണ നിരക്കിൽ അമേരിക്കൻ നാടുകൾ, ഐക്യനാടുകളെ പോലും പിന്തള്ളി കേരളം ആ നിലയിൽ മികച്ച നേട്ടം കൈവരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ആരോഗ്യ മേഖലയെക്കുറിച്ചാകട്ടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാകട്ടെ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കോൺഗ്രസ് അതിനെ CPIM നേടിയ നേട്ടം, LDF നേടിയ നേട്ടം എന്ന നിലയിലാണ് കാണുന്നത്. അത് സംസ്ഥാനത്തിന്റെ നേട്ടമായി പലപ്പോഴും കാണാറില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് കർണാടകയിലെ റവന്യൂ മന്ത്രി തന്നെ ഇങ്ങനെ ഒരു പരാമർശം കെ.സി. വേണുഗോപാൽ അടക്കം ഇരിക്കുന്ന വേദിയിൽ നടത്തുന്നത് എന്നതുകൂടിയില്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം, കോവിഡ് കാലത്ത് പോലും നമ്മുടെ അയൽ സംസ്ഥാനമാണ്. കോവിഡ് കാലത്ത് പോലും തമിഴ്നാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നും ഒട്ടനവധി ആളുകളാണ് കേരളത്തിലേക്ക് ചികിത്സയ്ക്കായി എത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, അന്ന് അതിർത്തിയിൽ വളരെയധികം പ്രശ്നങ്ങൾക്ക് വരെ അത് കാരണമായിട്ടുണ്ട്. കാര്യം, മലയാളികളെ മാത്രം കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിനുശേഷം എല്ലാവരെയും കടത്തിവിട്ട് അവർക്കെല്ലാം ചികിത്സ കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയിരുന്നു. പക്ഷെ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. കാര്യം, തൊട്ട് അയൽ സംസ്ഥാനത്ത് ഉള്ള ഒരു മന്ത്രിക്ക് കേരളത്തിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ചും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ചും കേരളത്തിലെ കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇതൊക്കെ തന്നെ അനുഭവിച്ച് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്തുള്ള ഒരു മന്ത്രി തന്നെ ഇക്കാര്യം കേരളത്തിൽ വന്ന് വളരെ കൃത്യമായ കണക്കുകളോടെ വ്യക്തമാക്കിയത്.